നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞതുപോലെ പല അട്ടിമറികളുടെയും അമിട്ടുകൾ നിരത്തിയ ഒരു പൂരം ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പല അമിട്ടുകളും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള അമിട്ടുകളല്ല പൊട്ടി തെറിച്ചുകൊണ്ടിരിക്കുന്നത്, ചിലതൊക്കെ ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമാണെന്ന് നാം എപ്പോഴും അഭിമാനിക്കാറുണ്ട്. ആ തരത്തിലുള്ള ബൃഹത്തായ ജനാധിപത്യം, 140 കോടി ജനങ്ങളുടെ ഹിതപരിശോധന. ഇത് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം, ഇതിൽ 140 കോടി ജനങ്ങളിൽ എല്ലാവരും ഒന്നും വോട്ടർമാരല്ല എന്നുള്ളത് അറിയാം. ആ സത്യം ഉൾക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ 140 കോടി ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ചിലർ വോട്ട് ചെയ്യുന്നത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, ബന്ധുക്കൾക്ക് വേണ്ടിയായിരിക്കാം, കുടുംബത്തിന് വേണ്ടിയായിരിക്കാം. അവിടത്തുള്ള ആ സ്റ്റേക്ക് എന്ന് പറയുന്നത് അവർ ഒരു കുടുംബത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയായിരിക്കും, കുടുംബത്തിൻ്റെ ഭാവിക്ക് വേണ്ടി, തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് പറഞ്ഞ ഇറ്റ് ഇൻവോൾവ്സ് ആൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യമാണ്, പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി. വോട്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം താല്പര്യം കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ വോട്ട് ചെയ്യുന്ന. കുടുംബ ബന്ധങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും സുദൃഢമായ കുടുംബ ബന്ധങ്ങളുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ. എല്ലാവരും, കിഴക്കിൻ്റെ പാത്രിയാർക്കീസ് തന്നെ പരസ്യമായിട്ട് കേരളത്തിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കുടുംബ ജനാധിപത്യം കൂടിയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പ്രായേണ ഇൻഡിവിഡ്വൽ ഡെമോക്രസികളാണ്. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വിനിയോഗിക്കുക. തൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരമല്ല. അത് മറ്റൊരു ഇൻഡിവിഡ്വാലിറ്റിയാണ്, മറ്റൊരു സ്വകാര്യതയാണ്. നമ്മളങ്ങനെയല്ല. ഇപ്പോഴും ആ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ഏറെക്കുറെ സുദൃഢമായി നിൽക്കുന്നതുകൊണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വോട്ടുകളുമാണ്. അതുകൊണ്ട് തന്നെ ഈ 140 കോടി ജനങ്ങളും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ഒഴിച്ച് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ഒരു പരിപാടിയുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ ഈ രാജ്യത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സഫലമാക്കാൻ പോകുന്നത്, നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ബൃഹത്തായിട്ടുള്ള കാഴ്ചപ്പാട്, ദർശനം അല്ലെങ്കിൽ സ്വപ്നം ഇതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിനുവേണ്ടി മത്സരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളൊരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ ഈ നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുന്നു, ഈ രാഷ്ട്രത്തിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ വരണം, ഈ സമുദായത്തിന് എന്ന ഗുണങ്ങൾ വരണം, ഒരു തെറ്റുമില്ല അതിൽ. അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ നികുതിയുടെ ഭാരം ഇങ്ങനെ കുറയ്ക്കണം, വെളിച്ചം സുലഭമാക്കാനുള്ള പദ്ധതികൾ, നിങ്ങൾക്ക് അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ഒരു ഗെയിം പ്ലാൻ. അത് വെച്ചുകൊണ്ട് മത്സരിക്കണമെന്നാണ് പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി എതിർ കക്ഷിക്കാണെങ്കിൽ ഇതിനൊരു ബദൽ പ്ലാൻ ഉണ്ട്, ഞങ്ങൾക്കിതിനെ നേരിടാൻ ഒരു ബദൽ പ്ലാൻ ഉണ്ട് എന്നുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ നിലപാടുകൾ വ്യക്തമാക്കാനും, നിങ്ങൾ അവസാനം ജയിക്കുകയാണെങ്കിൽ അത് നടപ്പാക്കാനും, തോൽക്കുകയാണെങ്കിൽ ബദൽ പരിപാടികളെ വിമർശിക്കാനും വളരെ വ്യക്തമാണ് ജനാധിപത്യത്തിൻ്റെ ആ മാനം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണോ? ആ തരത്തിലാണോ? ഇവിടെ പലരും ചിലരെങ്കിലും മത്സരിക്കുന്നത് ചിലരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ഈ കളി കളിക്കുന്നത് SDPI എന്ന് പറയുന്ന ഭീകരവാദ സ്വഭാവമുള്ള അത്തരം സംഘടനകൾക്ക് പിൻബലം നൽകുന്ന, അതിൻ്റെ രാഷ്ട്രീയ പർദ്ദയായിട്ട് പരിവർത്തിക്കുന്ന, അതായത് അതിൻ്റെ രാഷ്ട്രീയ വേഷമായിട്ട് വർത്തിക്കുന്ന SDPI ആണ്. SDPIയുടെ ഏറ്റവും നെറികെട്ട ഉദാഹരണം മഞ്ചേശ്വരത്താണ്. മഞ്ചേശ്വരത്ത് ഇക്കുറി നേരത്തെ 81 വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അദ്ദേഹത്തിന് ലീഡ് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് SDPI. SDPI ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അങ്ങ് പിൻവലിക്കുക മാത്രമല്ല UDFനെ പിന്തുണയ്ക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എവിടെ നിന്നോ ഇത്രയും നാളത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെയും അവരുടെ തന്നെ ഒരു ചാരവൃത്തി നടത്തുന്ന വിങ്ങുണ്ട്, അതിൻ്റെയും ഒക്കെ അത് വളരെ വിപുലമായിട്ടൊരു വിങ്ങാണ് കേട്ടോ, നിസ്സാരമായിട്ട് കാണേണ്ടതില്ല. ഈ ചാരപ്രവർത്തനം നടത്തുന്ന മൊസാദ് എന്നൊക്കെ പറയുന്നത് പോലെ അവർ പട്ടികകളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. PFൻ്റെ അറിയാമല്ലോ, PFൻ്റെ ആൾക്കാർ ചേക്കേറിയിരിക്കുന്ന ഒരു പാർട്ടിയാണിത്. PFന് അഭയം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്, PFന് വേണ്ടി വാദിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരേ നാണയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ PFനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് കൊല്ലപ്പെടേണ്ടതായിട്ടുള്ള വ്യക്തികളുടെ പേര് അവർ തയ്യാറാക്കി വെച്ചിരുന്നു, മുമ്പേ കൂട്ടി എഴുതി വെച്ചിരുന്നു. ഇപ്പം ഞാനീ പറയുന്ന ആൾ തന്നെ SDPക്കെതിരെ സംസാരിക്കുന്നു, ഇവൻ എൻ്റെ പേര് അതിനകത്ത് പെടുത്തും.
എവിടെങ്കിലും ഇട്ട് ഇവനെ തട്ടണം. അങ്ങനെയുള്ള വലിയൊരു ക്ലെയിം അങ്ങനെ കേരളത്തിൽ കൊല്ലപ്പെടേണ്ടവരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെച്ച പാർട്ടിയാണ്, സംഘടനയാണ് PF, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, സോളിഡാരിറ്റി. മറ്റൊന്ന് പിന്നെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമാണ്. എവിടെ ഒരു വികസനം നടക്കുന്നു അതിന് തടയിടാൻ, അതിന് കോലിടാൻ വേണ്ടി ഓടി അവിടെ എത്തും. പരിസ്ഥിതിയുടെ പേരും പറഞ്ഞു ആദ്യം മുംബൈ എത്തുന്നു അവരാണ്. അവിടെ വന്ന് കസേര പിടിച്ചിട്ട് പ്രതിഷേധം ആചരിക്കും. കാരണം ഇന്ത്യ ഒരു തരത്തിലും വികസിക്കാൻ പാടില്ല, അതൊരു മതരാഷ്ട്രമായിട്ടും മതത്തിൻ്റെ അന്ധതയിൽ കഴിയുന്ന ഇരുണ്ട നൂറ്റാണ്ടുകളിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കണം, പുരോഗതി ഉണ്ടാവരുത്. അപ്പോഴാണ് മതം കൂടുതൽ കേന്ദ്രീകൃതമാകുന്നത്. പുരോഗതിയും വികസനവും ഉണ്ടായി കഴിയുമ്പോൾ മതത്തിനെ ആളുകൾ അങ്ങ് മറക്കും. അത് പാടില്ല. മതത്തിൽ ഊന്നിപ്പിടിച്ച് വർഗീയ വൈരം മൂത്തിട്ട് അവരുടെ മേൽക്കൈ നേടിയിട്ട് ആക്രമണാത്മകമായിട്ടുള്ള വർഗീയത കൊണ്ട് എല്ലാവരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് താങ്കൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അതീശത്വം സ്ഥാപിക്കുക എന്നുള്ള അജണ്ട. പിന്നെ സ്നേഹം നടിച്ചുകൊണ്ട് ചിലരെയൊക്കെ പാട്ടിലാക്കി അവരെ മതം മാറ്റിക്കൊണ്ട്, അങ്ങനെ നമ്മൾ കണ്ടല്ലോ കോതമംഗലത്തെ കുട്ടിയുടെയൊക്കെ നിരവധി ഉദാഹരണങ്ങൾ. ഇതിപ്പോഴും ഇല്ല, ഇങ്ങനൊന്നും ഇല്ല എന്ന് വാദിക്കാൻ വേണ്ടി കുറേ രാഷ്ട്രീയ പാർട്ടികളും മണ്ട ശിരോമണിയുമൊക്കെ കൊണ്ടുതരും. അപ്പോൾ അങ്ങനെയുള്ള അജണ്ടകൾ നടപ്പാക്കുന്ന പാർട്ടികൾക്കുള്ളതല്ല ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളതാണ് വാസ്തവം. വർഗീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലേബലുള്ള ഒന്നിനും ഇന്ത്യൻ ജനാധിപത്യത്തിൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ അനുവാദം കൊടുക്കുകയില്ല. പിന്നെ അതിനകത്തുള്ള ചില പഴുതുകളുണ്ടല്ലോ, അതിൽ കൂടി രക്ഷപ്പെട്ടു വന്ന് രാഷ്ട്രീയമാവുന്ന പാർട്ടികളാണിത്. ഉദാഹരണത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിലെ വളരെ പ്രബലമായൊരു പാർട്ടിയാണ്, നല്ല നേതാക്കളുള്ള പാർട്ടിയാണ്. ഇപ്പോൾ അതിൻ്റെ വളരെ വലിയ നേതാവായിട്ടുള്ള MK മുനീർ, അദ്ദേഹം ഇപ്പോൾ വളരെ അവശതയിലാണ്, കഷ്ടതയിലാണ്, കയ്യിൽ നയാ പൈസയില്ല, സാമ്പത്തികമായിട്ട് വളരെ ശോഷിച്ച അവസ്ഥയില്ല. നല്ലൊരു മനുഷ്യനാണ്, മുസ്ലിം ലീഗിലെ നല്ലൊരു മുഖമാണ് അദ്ദേഹം. ഡോക്ടർ MK മുനീർ കേരളത്തിൻ്റെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള CH മുഹമ്മദ് കോയയുടെ മകൻ. അദ്ദേഹവും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒന്നും സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറായിട്ടും ഒന്നും സമ്പാദിച്ചു കൂട്ടിയിട്ടില്ല. അദ്ദേഹം ആകെ സമ്പാദിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം. ആ ഇന്ത്യ വിഷൻ അവരുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയെ നിശിതമായിട്ട് റെജീന കേസിൻ്റെ പേരിൽ, ഒരു ലൈംഗിക പീഡന കേസിൽ വിമർശിച്ചതിൻ്റെ പേരിൽ ഇവർ രണ്ട് ധ്രുവങ്ങളിലായി. അതിൻ്റെ ഫലമായി വേട്ടയാടപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ടാകാം ഇദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു പരിഗണനയും കിട്ടാതെ രാഷ്ട്രീയ അജ്ഞാതവാസത്തിലേക്ക് തള്ളിയിട്ടത്. ഇദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ദയാദാക്ഷിണ്യം പാർട്ടിയൊന്നും ചെയ്തില്ല. പാർട്ടിയിൽ വലിയ പണക്കാരുണ്ട്, 5 പൈസയുടെ സഹായം ലഭിക്കുന്നില്ല, വളരെ അവശ നിലയിലാണ്. ഒടുവിൽ BJPയുടേതെന്ന് കരുതപ്പെടുന്ന ചാനലായിട്ടുള്ള ജനൻ TVയുടെ മുതിർന്ന എഡിറ്ററായിട്ടുള്ള അനിൽ നമ്പ്യാരാണ് ഇദ്ദേഹത്തിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്ന ഒരു കക്ഷിയുടെ, അവരുടെ വർഗീയതയെ എതിർക്കുന്ന ഒരു കക്ഷിയുടെ ചാനലിൽ നിന്നാണ് അങ്ങനെ ഒരു സഹായ അഭ്യർത്ഥന വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല നേതാക്കളില്ല എന്നല്ല പറഞ്ഞത്. പക്ഷേ ആ മുസ്ലിം ലീഗ് അവർ സുപ്രീം കോടതിയിൽ വഖഫിന് എതിരെ കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിം ജനതയുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന കക്ഷിയാണ്. സുപ്രീം കോടതി അതിൻ്റെ ഒരു വരികൾക്കിടയിൽ വായിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അപ്പം തന്നെ ആ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ഥാനമില്ല. എന്തുകൊണ്ട്? നമ്മുടേത് മതേതരമെന്നതിൻ്റെ പ്രീ ആമ്പിളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പിറവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് അവിടെ അംഗീകാരം കൊടുക്കാൻ പറ്റുകയില്ല. ആ പാർട്ടി മത്സരിക്കുന്നുണ്ട്, കേരളത്തിൽ ഏറ്റവും ഉറപ്പായിട്ടുള്ള സീറ്റുകൾ നേടുന്നത് ആ പാർട്ടി തന്നെയായിരിക്കും. അങ്ങനെ ചില പഴുതുകൾ ജനാധിപത്യത്തിലുണ്ട്. ആ പഴുതുകളിലൂടെ വരുന്ന പാർട്ടിയാണ് SDPIയും അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ഒക്കെ തന്നെ. PFൻ്റെ നിരോധനം ഇപ്പോൾ നടപ്പായിട്ടുണ്ട്, എങ്കിലും അത് പല പാർട്ടികളിലേക്കും ചേക്കേറും. അതുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു സത്യം അവശേഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് വെൽഫെയർ പാർട്ടി. സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തുന്നത് പതിവാണ്, ഒരു വഴിപാട് പോലെ എല്ലാ വർഷവും കൊണ്ടു നിർത്തും. ഇതിൻ്റെ പേരിൽ അഴിമതിയും നടക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരമായ വശം, ഭീകരതയേക്കാൾ ഭീകരമായ വശം. കാരണം സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്നിട്ട് ഇവനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാം എന്ന് കാണുമ്പോൾ എന്തു ചെയ്യും? അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കുറച്ച് പണം കൊടുക്കും. നീ അങ്ങ് മാറിക്കോ, നീ എന്തായാലും ജയിക്കുകയല്ലോ എന്ന് പറഞ്ഞ് പണം വാങ്ങും. പണം വാങ്ങിക്കൊണ്ട് ഈ പണം എന്ന് പറയുന്നത് അവൻ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഭീകരതയേക്കാൾ വലിയ ഭീകരതയായിട്ട് ഈ അഴിമതി മാറുന്നു എന്നുള്ളത്. ആ തരത്തിലൊന്നാണ് ഇപ്പോൾ നമ്മൾ മഞ്ചേശ്വരത്ത് കണ്ടത്. തീർച്ചയായിട്ടും ഒരൊറ്റ പാർട്ടിയും, ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഒരു മാധ്യമവും അതിനെ വിമർശിച്ച് കണ്ടിട്ടില്ല.
എല്ലാവരുടെയും ശ്രദ്ധ കായംകുളത്തേക്ക് പോയിരിക്കുകയാണ്. കായംകുളത്ത് പ്രതിഭ മത്സരിക്കുന്ന മണ്ഡലത്തിൽ. പ്രതിഭയെപ്പറ്റി തീർച്ചയായിട്ടും അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് തീർച്ചയായും നെറികെട്ട വർത്തമാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ പ്രതിഭയെ പോലെ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു മണ്ഡലത്തിൻ്റെ MLA ആയിരിക്കേണ്ട ഒരാൾ അതിൻ്റെ മുമ്പിൽ കരയുകയല്ല, തൻ്റെ ഇടത്തോടെ തന്നെ മറുപടി കൊടുക്കുകയായിരുന്നു വേണ്ടത്. കരുത്ത് കാട്ടുക, അതല്ലേ നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. അതിന് തൻ്റെ ഇടത്തോടെ നട്ടലോടെ മറുപടി പറയുകയല്ലേ വേണ്ടത്. അതിൻ്റെ മുമ്പിൽ കരഞ്ഞു പോയാൽ മറ്റു സ്ത്രീകളുടെ ഗതി എന്താവും? അപ്പോൾ ഈ കരച്ചിലൊരു അഭിനയമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കരയേണ്ട ഒരു കാര്യമല്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പർദ്ദയും അതുപോലെ തന്നെയുള്ള മുഖം മൂടികളും അണിയിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന, അവരെ കേവലം മതദേഹങ്ങളാക്കി മാറ്റുന്ന മത പണ്ഡിതന്മാരോട്, മൗലവിമാരോടുള്ള ശക്തമായ താക്കീതും മറുപടിയാക്കിയത് മാറ്റണമായിരുന്നു. പക്ഷേ പ്രതിഭ അത് ചെയ്യില്ല, കരയുകയുള്ളൂ. കാരണം എന്താണ്? കായംകുളം, ആദിക്കാട്ടുകുളം കരയൊക്കെ ഉള്ള മേഖല എന്ന് പറയുന്നത് മുസ്ലിം ബെൽറ്റാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. അതിനെ ആ യാഥാസ്ഥിതികന്മാരെ വിമർശിക്കില്ല. അതൊരു അടവാണ്. പുരോഗമനം എന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റാണ്, ഗുരുതരമായിട്ടുള്ള വ്യാകരണ പിശകാണ്. അതാണ് പ്രതിഭ ചെയ്തിരിക്കുന്നത്. നല്ല തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് എനിക്കറിവുള്ളിടത്തോളം പ്രതിഭ. തെളിയിച്ചിട്ടുള്ള കഴിവും തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ കരഞ്ഞ് പിന്നോടുന്ന ആൾക്കാരാണോ നമ്മുടെ ജനപ്രതിനിധികളായിട്ട് വേണ്ടതെന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ ആളിനെ അവിടുത്തെ പ്രചാരണ കമ്മിറ്റിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അദ്ദേഹത്തിനെ രാജിവെപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ തോറ്റുപോകുന്ന, കരഞ്ഞു പോകുന്ന പ്രതിനിധികളാണോ നമുക്ക് ആവശ്യം എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മുടെ ജനാധിപത്യം സാർത്ഥകമാണ്. ഈ തൻ്റെ ഇടമുള്ള സ്ത്രീകൾ തന്നെയാണ് വേണ്ടത്. ഇതായിപ്പോൾ 3.1% സംവരണം വരാൻ പോവുകയാണ്, യാഥാർത്ഥ്യം ആകാൻ പോവുകയാണ്. MP-മാരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് ആരവസരത്തിൽ തൻ്റെ ഇടത്തോടെ വെല്ലുവിളികളെ നേരിടാൻ കഴിവുള്ള, വെല്ലുവിളികളെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള സ്ത്രീകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ജനാധിപത്യത്തിന് കോലിട്ടിളക്കാൻ വരുന്ന ഇർക്കിലി പാർട്ടികളല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ജനാധിപത്യത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും അജണ്ടയോടും കൂടി മുന്നോട്ട് വരുന്ന, ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ താല്പര്യത്തിനായിട്ട് വരാത്ത, ദേശീയതയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, നമ്മുടെ ജനതയുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടി ഉള്ള പരിപാടിയുള്ള പാർട്ടികൾക്കാണ് പിന്തുണ കൊടുക്കേണ്ടത്. അല്ല മറ്റൊരാളെ തോൽപ്പിക്കുക എന്ന അജണ്ടയുമായിട്ട് വരുന്ന പാർട്ടികൾക്കല്ല ഒരിക്കലും നമ്മൾ പിൻബലവും പിന്തുണയും നൽകേണ്ടത്. മഞ്ചേശ്വരത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം ഇത് നമുക്ക് മനസ്സിൽ കുറിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.